ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹോം ട്രീറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറേബ്യൻ ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് നമുക്ക് നോക്കാം. 1 കിലോ ചിക്കനാണ് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മന്തി മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ സ്റ്റോക്ക് 1, വിനേഗർ 1 ടീസ്പൂൺ, ഓയിൽ 1 ടീസ്പൂൺ, റെഡ് ഫുഡ് കളർ 1 പിഞ്ച്, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മന്തി മസാല, ഓയിൽ 1 ടീസ്പൂൺ, വിനേഗർ 1 ടീസ്പൂൺ, റെഡ് ഫുഡ് കളറ്, ഉപ്പ് ആവശ്യത്തിന്, 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക്. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് മിക്സായ ശേഷം നമ്മൾ ഈ ചിക്കൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മന്തിയുടെ റൈസ് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ആവശ്യത്തിന്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ 80% വേവായ ബസുമതി റൈസ് ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മന്തി മസാല കൂടി വിതറി കൊടുക്കാം. ബാക്കിയുള്ള റൈസ് കൂടി നമുക്ക് ഇതിൻ്റെ മേലെ ഇനി ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറും മഞ്ഞൾപ്പൊടിൻ്റെ വെള്ളവും കൂടിയും ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ്റെ ഓയിൽ കുറച്ച് മാറ്റി വെച്ചതായിരുന്നു. ഇത് ഇതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചോറ് അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ചോറിലേക്ക് കുറച്ച് എരിവ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പച്ചമുളക് ചോറിൽ കുത്തി വെക്കുക. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അറേബ്യൻ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.